Hello, good morning. Good morning. Morning. Sound shift ആണോ? Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yes, good morning. Okay. Good morning. ഇത് പി ജി അല്ലേ എടുത്തേക്കണേ? ഏതാണ്? Okay. എടുത്താ നമ്മുടെ ചാപ്റ്റർ എടുത്തോ എല്ലാവരും? Yes, ma'am. ആ ഓക്കെ. അതെ, ചാപ്റ്റർ കുറച്ച് നമ്മളുടെ സിസ്റ്റത്തിൽ നിന്നൊന്ന് മാറി, പഴയ സിസ്റ്റത്തിൽ നിന്ന് മാറി വേറെ സിസ്റ്റത്തിൽ വന്നപ്പോ നോട്ട് അതിനകത്ത് ഉണ്ടായില്ല. അതാണ് കേട്ടോ സമയം പോയത്. സോറി. സമയം പോയിപ്പോയ. സോ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തി ഒന്ന് പറഞ്ഞേ. പഠിക്കുന്ന ചാപ്റ്റർ ഏതാ? Disaster. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതിൽ എവിടെ വരെ എടുത്തു? പറയ്, എവിടെ വരെ എടുത്തു നമ്മള്? Consideration.
ജനറൽ കൺസിഡറേഷൻ വരെയാണ് എടുത്തത്. ഫുൾ ആയിട്ടില്ല. ഫുൾ ആയിട്ടില്ല. ഓക്കെ, സോ നമുക്ക് ബാക്കി എടുക്കാം. ക്യാമറ എന്തോ ഫോൾട്ട് ആയിരുന്നു. ജനറൽ കൺസിഡറേഷൻ അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെ വരെയായിരുന്നു. ഈ എന്താ പറയാ, നമ്മളുടെ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് when a call is got from outside, നമുക്കറിയാം ഡിസാസ്റ്റർ അലേർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. certain professional should be there, അല്ലെ? ഈ ഒരു ഡിസാസ്റ്ററിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ചില ആളുകൾ, ചില തൊഴിൽ വിഭാഗം ആളുകൾ എന്തായാലും ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കണം. അതുപോലെ അവിടെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള എന്താ പറയാ, അവരുടേതായ രീതിയിലുള്ള അവരുടെ ജോബ് എന്താണോ ചെയ്യേണ്ടത് അതനുസരിച്ച് അവർക്ക് അലോട്ട് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ അവോയ്ഡ് സം കൺഫ്യൂഷൻസ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ്, കാരണം ഇതിന്റെ ആളുടെ ജോലിയാണോ ആളുടെ ജോലിയാണോ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൺഫ്യൂസ്ഡ് ആകാതെ എന്താ പറയാ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനായിട്ട്, റെസ്പോണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹം അതിനുവേണ്ടി എന്തായാലും റെഡി ആയിട്ടിരിക്കണം. അതിനുവേണ്ടി ആരൊക്കെയാണ് റെഡി ആകേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ഒരു പാരഗ്രാഫാണ് തീർന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? യെസ്, മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, റെസിഡന്റ് ഫിസിഷ്യൻ ആരാണ് നമ്മൾ പറഞ്ഞു, ഒരു സർജൻ, സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ്. സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇത് വിചാരിക്കരുത് നമ്മുടെ സ്വിച്ച് ബോർഡുമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളല്ല, തീർച്ചയായിട്ടും അത് നമ്മളുടെ ടെലിഫോൺ ഓപ്പറേറ്റേഴ്സിനെയാണ് അങ്ങനെ വിളിക്കുക. പിന്നെ കൂടാതെ ഏതൊക്കെ വിഭാഗത്തിൽ നിന്ന് ആരൊക്കെ വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സ്റ്റാഫുകളെ അറേഞ്ച് ചെയ്ത് വെക്കണം. അതായത് ഓപ്പറേഷൻ തിയേറ്റർ, ബ്ലഡ് ബാങ്ക്, ലബോറട്ടറി, റേഡിയോളജി, മെഡിക്കൽ സ്റ്റോർ, ആംബുലൻസ് സർവീസ്, മേട്രൺ ഓർ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, ഈ പറയുന്ന ആളുകളൊക്കെ വേണം. മനസ്സിലായി? ഈ പറയുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ആളുകൾ, പിന്നെ നമ്മുടെ നഴ്സിംഗ് സീനിയർ ആയിട്ടുള്ള മേട്രൺ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പറിൻറ്റ് അവരുണ്ടെങ്കിൽ അവരാണ് എന്തായാലും ഈ ഒരു സമയത്ത് അവിടെ ഹോസ്പിറ്റൽസിന്റെ ഈ പറയുന്ന അലേർട്ട്, ഡിസാസ്റ്റർ അലേർട്ട് കേൾക്കുമ്പോൾ അവർ എത്തേണ്ടതാണെന്നും അതോടൊപ്പം തന്നെ മെട്രോൺസ് ഹാവ് ടു ഗീവ് ഇൻഫോർമേഷൻസ്. അതായത് അവരുടെ ഓരോ വാർഡുകളിലൊക്കെ എങ്ങനെയൊക്കെയാണ് അവർക്ക് ചിലപ്പോൾ വാർഡൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും. കൂടുതൽ പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇഫ് ദേ ഹാവ് ടു ബി അഡ്മിറ്റഡ്, അത്തരം പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ വാർഡുകളൊക്കെ അവൈലബിൾ ആണെന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആ കാഷ്വാലിറ്റീസിനെ റിസീവ് ചെയ്യാനുള്ള വാർഡുകളൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ കൺഫേം ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫിനെയും നിയോഗിക്കണം. and the maximum number of staff should be present at the hospital. ഹോസ്പിറ്റലിന്റെ പ്രത്യേക വിഭാഗത്ത് എവിടെയാണോ എത്തിച്ചേരാൻ പറഞ്ഞിരിക്കുന്നത് അവർ ആ ഒറ്റ കോളില് within 15 to 20 minutes, അല്ലെ, 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ഓർ എ മെമ്പർ ഓഫ് ദ മെഡിക്കൽ സ്റ്റാഫ് should be made nominated by him for suitable responsible. അതായത് നമുക്ക് അവിടെ വന്നു കഴിയുമ്പോൾ പേഷ്യൻസ് ഒക്കെ കാഷ്വാലിറ്റി ആയിട്ടായിരിക്കും ആൾക്കാരെ കൊണ്ടുവരുന്നത്. അത്യാഹിതമായിട്ട് ആളുകളെ ഈ ഡിസാസ്റ്റർ മുഖത്ത് നിന്ന് കൊണ്ടുവരുന്നവരായിരിക്കും. അപ്പൊ അവിടെ വരുമ്പോ നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ സൂപ്രണ്ട് നിയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റാഫ് മെമ്പർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം വരേണ്ടത് മെഡിക്കൽ സൂപ്രണ്ട് തന്നെയാണ്. പക്ഷെ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹിം ഓർ ഹെർ, ആ മെഡിക്കൽ സൂപ്രണ്ട് ഇല്ല എങ്കിൽ ആള് നിയോഗിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റാഫ് ആയിരിക്കും. അല്ലാതെ തോന്നിയ ആളുകളല്ല, ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷെ ആളില്ലാത്ത പക്ഷം ആള് നിയോഗിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റാഫ് റെസ്പോൺസിബിൾ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ പറയുന്ന ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആളുകളെ റിസീവ് ചെയ്യാനും ആർക്കാണ് അതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏത് രോഗിയാണ് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ബാക്കിയുള്ള ആരെങ്കിലും ഒക്കെ ആളുകളെ എങ്ങോട്ടെങ്കിലൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യണോ, മാറ്റി താമസിപ്പിക്കണോ, അല്ലെങ്കിൽ അവർക്ക് ഇന്ന സ്ഥലം പ്രൊവൈഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം മെഡിക്കൽ സൂപ്രണ്ടിന്റെ തന്നെയാണ്, അല്ലെങ്കിൽ അയാൾ നിയോഗിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റാഫ്. മനസ്സിലായോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് വി ഹാവ് ടു റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രയേജ്. അവിടെ ആ കാഷ്വാലിറ്റി ആയിട്ട് കുറെ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ അവിടെ നമുക്ക് വീണ്ടും ഒരു ട്രയേജ് നടത്തേണ്ടി വരും. ട്രയേജ് നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ആർക്കാണ് ഫസ്റ്റ് whom should be treated, ആരെ അറ്റൻഡ് ചെയ്യണം, ആർക്ക് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു ആശയം അവിടെ വരികയാണ് ട്രയേജ് എന്ന് പറയുന്നത്. അപ്പൊ ട്രയേജ് നടത്തി ആ പറയുന്ന രീതിയിൽ ആർക്കാണ് കൂടുതൽ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് അറ്റൻഷൻ എന്ന് നോക്കി അത് ചെയ്യാം. നഴ്സിംഗ് സൂപ്രണ്ട് ഓൾസോ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് ഓൾസോ പാരാമെഡിക്കൽ സ്റ്റാഫ്.
നഴ്സിംഗ് സൂപ്രണ്ട് തന്നെയാണ് അവിടെ ഏതൊക്കെ നഴ്സുമാർ വേണം എന്നുള്ളതും അതുപോലെ തന്നെ നഴ്സുമാരല്ലാത്ത പാരാമെഡിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോ ടെക്നിക്കൽ സ്റ്റാഫുകളൊക്കെ നഴ്സിന്റെ തന്നെ പല രീതിയിലുള്ള അനസ്തെറ്റിക് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കാം, കാർഡിയോളജി ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചിരിക്കുന്ന നഴ്സസ് ഉണ്ട്. അവര് ആരൊക്കെ വേണം, എത്ര എണ്ണം വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് മെഡിക്കൽ സൂപ്രണ്ട് തന്നെയാണ്, നഴ്സിംഗ് സൂപ്രണ്ടാണ്. ഓക്കെ, അപ്പൊ നഴ്സിംഗ് സൂപ്രണ്ടിനും മെഡിക്കൽ സൂപ്രണ്ടിനും ഈ പറയുന്ന കാഷ്വാലിറ്റീസിനെ കൊണ്ടുവരുമ്പോൾ അവരുടേതായ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ടു അവോയ്ഡ് കൺഫ്യൂഷൻസ്. അവിടെ നമുക്ക് പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാനാണ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് മനസ്സിലായോ? ചെറിയ പാരഗ്രാഫ് ക്ലിയർ ആണല്ലോ? ആ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മെഡിക്കൽ സൂപ്രണ്ടിന്റെ റെസ്പോൺസിബിലിറ്റിയും നഴ്സിംഗ് സൂപ്രണ്ടിന്റെ റെസ്പോൺസിബിലിറ്റിയും അണ്ടർലൈൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ വരെയുള്ള ഇവാക്യുവേഷൻ വരെയാണ് ആ സെന്റൻസ്. അതിനുശേഷം അതിന്റെ താഴെ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ റെസ്പോൺസിബിലിറ്റി പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നഴ്സിംഗ് സ്റ്റാഫിനെയും അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത് പറയട്ടെ. ഇനി നമ്മൾ പറഞ്ഞു, see the person who are responsible for calling some staff from the homes. അതായത് ചിലപ്പോഴൊക്കെ ചില സ്റ്റാഫുകൾ നമുക്കറിയാം ഹോസ്പിറ്റൽസ് ആകുമ്പോൾ അവിടെ ഡേ നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ ഉണ്ട് അല്ലെ? ഉണ്ടോ? അങ്ങനെ ആലോചിച്ച് നോക്കിയേ. ഉണ്ടല്ലോ, ഡേയും അല്ലെങ്കിൽ നൈറ്റ് മാത്രമൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയല്ല, ഷിഫ്റ്റ് അനുസരിച്ച് ചില സമയത്തൊക്കെ ഡേ ആയിരിക്കും, നെക്സ്റ്റ് വീക്കിൽ ചിലപ്പോൾ അത് അവർക്ക് നൈറ്റ് ആയിട്ട്, പിന്നെ അവരുടെ ബാക്കിയുള്ളവരായിരിക്കും. അങ്ങനെയാണല്ലോ സാധാരണ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസില് നഴ്സിംഗ് സ്റ്റാഫുകളൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പൊ ചില ആളുകളൊക്കെ ചിലപ്പോ വീട്ടിലായിരിക്കാം. അവർക്ക് ഡേ ഏത് സമയത്തും നമുക്കറിയില്ല. ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്നതിനും ഒരുപാട് കാഷ്വാലിറ്റീസിനെ കൊണ്ടുവരുന്നത് ഏത് സമയമാണോ, അപ്പൊ വീട്ടിലായിരിക്കുന്ന സ്റ്റാഫ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും വിളിച്ചു കൂട്ടാനുള്ള സ്പെഷ്യൽ ഉത്തരവാദിത്വം ആരെങ്കിലും ഏൽപ്പിച്ചിരിക്കണം കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും അതിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കണം. അല്ലാതെ ആ സമയത്ത് അതൊക്കെ നേരത്തെ ഇതെല്ലാം ചെയ്യേണ്ടത് എപ്പോഴാണ്? ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമെന്ന് നമുക്ക് എപ്പോഴും കരുതിയിരിക്കാം. സോ പ്ലാനിങ് ഹാവ് ടു ബി ടേക്കൺ ബൈ ദ ഹോസ്പിറ്റൽ, എന്താ പറയാ, ഹോസ്പിറ്റൽ അതോറിറ്റീസ്. അതനുസരിച്ച് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം. അപ്പൊ അവരുടെ പ്ലാനിങ്ങിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന വീട്ടിലിരിക്കുന്ന സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കാനും അല്ലെങ്കിൽ അവർക്കും ഇതുപോലെയുള്ള ഓരോ ജോലികളൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ റെസ്പോൺസിബിൾ ആരാണ് ഏറ്റെടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദ ഡയറക്ടർ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് വിൽ ഓൾസോ ബി റെസ്പോൺസിബിൾ. ആൾക്കുണ്ട് ഒത്തിരി ഉത്തരവാദിത്തങ്ങള്. ഇത് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്ന ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ്, അവരുടെ റിലേറ്റീവ്സിന് അവർക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. എന്താ ഇങ്ങനെയുണ്ട്, ഇപ്പൊ കൊണ്ടുവന്ന ആൾക്ക് എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ ചോദിക്കാം. കാരണം അവരുടെ ബന്ധപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരെ ആയിരിക്കും ഈ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയേക്കണേ ഡിസാസ്റ്ററിൽ പെട്ടിട്ട്. തീർച്ചയായിട്ടും അവരുടെ ജീവൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആഗ്രഹവും ആകാംക്ഷയും അവർക്ക് പുറത്തെത്തുന്നവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതാരാ? ഡയറക്ടർ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ്. മാത്രമല്ല അവരെ ബന്ധപ്പെടണം. റിലേറ്റീവ്സിനോട് ഫ്രണ്ട്സിനോടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കണം. അതോടൊപ്പം തന്നെ മറ്റു ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലിയെയും മറ്റു ആളുകളെയും അറിയിക്കണ്ടെങ്കിൽ അവരെ അറിയിക്കണം. പിന്നെ പബ്ലിക്, പുറത്ത് കുറെ ആൾക്കാരുണ്ടായിരിക്കും, നിങ്ങൾ ഹോസ്പിറ്റൽസ് എന്താ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത്തരം ഇഷ്യൂസ് വരുമ്പോൾ ഹോസ്പിറ്റൽസിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ആൾക്കാർ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ അനാസ്ഥയാണ്, അതാണ് ഇതാണെന്നൊക്കെ ചിലപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആളുകൾ റിയാക്ട് ചെയ്യും. സോ അവരെ ശാന്തരാക്കണം, അവർക്ക് മറുപടികൾ പ്രൊവൈഡ് ചെയ്യണം. പോലീസിനെ അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ആ സമയം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഹാൻഡിൽ ദ വോളണ്ടറി വർക്കേഴ്സ്. നമുക്കറിയാം ഈ വളണ്ടറീസ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ജോലിക്കാരൊക്കെ ഉണ്ട്, അവരെയും നമുക്ക് ഹാൻഡിൽ ചെയ്യണം. ഓരോരോ ജോലികൾ എത്തിച്ച് അവരെയും ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ പറയുന്ന ഹോസ്പിറ്റൽസിനകത്തുള്ള ഓരോ ആളുകൾക്കും ഉണ്ട്.
അപ്പൊ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ് ഓഫ് ദ ഇൻജേർഡ് ആൻഡ് ഡെഡ് അവരെ ഇൻഫോം ചെയ്യുക കാര്യങ്ങൾ, പബ്ലിക് റിയാക്ഷൻസിന് റെസ്പോണ്ട് ചെയ്യാം, പോലീസിന്റെ കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. ഓൾസോ ദേ ഹാവ് ടു ഹാൻഡിൽ വോളണ്ടറി വർക്കേഴ്സ്, അവിടെയുള്ള ജോലിക്കാരെയും. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ സ്വമേധയും ഇങ്ങനെ വോളണ്ടിയേഴ്സ് ആയിട്ടൊക്കെ വരും, ഇത്തരം സാമൂഹികപരമായിട്ടുള്ള പ്രവർത്തകർ പോലെയൊക്കെ ഉണ്ട്. അവർ ഇത്തരം ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വരും. അപ്പൊ അവർക്കും ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക, അവരെയും ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ. സോ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടാ. ഈ രണ്ടാമത് പറഞ്ഞ വലിയ സെന്റൻസ് വോളണ്ടറി വർക്കേഴ്സ് വരെ. ഓക്കെ, പറഞ്ഞോട്ടെ അടുത്തത്. യെസ്, ഓക്കെ. ഇനി അടുത്ത സെക്ഷൻ അല്ലെങ്കിൽ അടുത്ത ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോർട്ടിംഗ് ഔട്ട് കാഷ്വാലിറ്റീസ് ഇൻ എ ഡിസാസ്റ്റർ സിറ്റുവേഷൻ, ദ കോൺസെപ്റ്റ് ഓഫ് ട്രയേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രയേജ് എന്ന് നേരത്തെ 2-3 പ്രാവശ്യം മെൻഷൻ ചെയ്ത് കണ്ടു. ട്രയേജ് മീൻസ് ടു സോർട്ട് ഔട്ട് എന്ന് തന്നെയാണ്. ഇത് സോർട്ട് ചെയ്യുക, തരംതിരിക്കുക എന്ന് പറയും. അപ്പൊ കോൺസെപ്റ്റ് ഓഫ് ട്രയേജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ പേഷ്യൻസിനെ അല്ലെങ്കിൽ അത്തരം ഇൻജേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ മരണത്തോട് മല്ലടിക്കുന്ന അല്ലെങ്കിൽ നിസ്സാര പരിക്കുകളോട് രക്ഷപ്പെടുന്ന ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ എങ്ങനെ തരംതിരിക്കണം, ആ ഒരു കോൺസെപ്റ്റ് ആണ് ട്രയേജ് എന്ന് പറയുന്നത്. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിനി അടുത്ത ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. We know that in the event of disaster, there will be a mass casualties, a number of casualties. ഒരു ദുരന്തം എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അത്യാഹിത വിഭാഗം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഒരുപാട് ആളുകളെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേർക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടാകാം. കുറെ പേർ തലനാരിഴക്കി രക്ഷപ്പെട്ടവരുണ്ടായിരിക്കാം. ചെറിയ ചെറിയ മുറിവുകളോ ഒടിവുകളോ ചതവുകളോ കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളവരുണ്ടായിരിക്കാം. മരണത്തോട് മല്ലിടുന്നവരുണ്ടായിരിക്കും. ഇങ്ങനെ പല രീതിയിലുണ്ടായിരിക്കും അല്ലെ. അപ്പോ we know that the demand for treatment also increases. അതിന്റെ ഫലമായിട്ട് കാഷ്വാലിറ്റിയുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തീർച്ചയായും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡും അതനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഓരോ മെഡിക്കൽ സെന്റേഴ്സിലും അതുപോലെ ഹെൽത്ത് സെന്റേഴ്സിലും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും ഓരോ സ്റ്റേജിലും ഈ പറയുന്ന അളവ് എന്തായിരിക്കും കൂടുതലായിരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അതായത് ഹോസ്പിറ്റലില് അത്യാഹിത വിഭാഗം നമുക്കറിയാം ഡെയിലി റുട്ടീനിൽ വരുമ്പോ എല്ലാ ദിവസവും കാഷ്വാലിറ്റിയിൽ ചിലപ്പോ 1-2 അല്ലെങ്കിൽ ചിലപ്പോ ഒരു ദിവസം ഇല്ലാത്തയും പോലെ ഇരിക്കും. അത്യാഹിത വിഭാഗത്തിൽ ഒരു പേഷ്യന്റിനെ പോലും കൊണ്ടുവരാത്ത അവസ്ഥയും ഉണ്ടായിരിക്കാം. പക്ഷെ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ഒഴുക്കാണ്, ഒരു ഇൻഫ്ലക്സ് ഓഫ് പേഷ്യൻസ് ആയിരിക്കും അല്ലെ. ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ഒഴുകിയായിരിക്കും കാഷ്വാലിറ്റിയിലേക്ക് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവൈലബിൾ മീൻസ് ഓഫ് റിസോഴ്സസ് ഉപയോഗിച്ച് വി ഹാവ് ടു പ്രൊവൈഡ് മെഡിക്കൽ കെയർ. നിലവിലുള്ള അവരുടെ കയ്യിലുള്ള എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. അല്ലാതെ ഇതൊന്നും ഇവിടെ പറ്റില്ല, ഞങ്ങളുടെ സാധാരണ ഡെയിലി റുട്ടീനിലുള്ള കാര്യങ്ങളെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ചെയ്യുള്ളൂ, ഇതൊന്നും ഇവിടെ നടക്കില്ല, അപ്പൊ കൊണ്ടൊക്കെ പറഞ്ഞു വിടാൻ പറ്റുമോ? പാടില്ല. അത് ഹോസ്പിറ്റൽസിന്റെ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ്. എവിടെയാണോ ഡിസാസ്റ്റർ ഉണ്ടായിരിക്കുന്നത് ആ ലൊക്കാലിറ്റിയിലെ ഹോസ്പിറ്റൽ ഓർ ഹോസ്പിറ്റൽസ്, ചിലപ്പോൾ ഒറ്റ ഹോസ്പിറ്റൽ അല്ല 2-3 ഹോസ്പിറ്റൽസിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പൊ അത് എത്രത്തോളം കാഷ്വാലിറ്റീസ് വരുന്നുണ്ട് എന്നതനുസരിച്ച് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫിസിഷ്യൻസ്, സർജൻസ് ഹാവ് ടു ഫേസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പൊ അതിനനുസരിച്ച് നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ 1-2 അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ആളുകളെ കൊണ്ടുവരുമ്പോൾ ഫിസിഷ്യൻസും സർജൻസും ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യും അല്ലെ. സോ ദേ ഹാവ് ടു മേക്ക് ഡിസിഷൻസ് to keep within the rules of the conventional medicine. അവരുടെ ഹോസ്പിറ്റൽസിന്റെ കൺവെൻഷണൽ റൂൾ അനുസരിച്ച് ഇവർക്കൊരു നിയമമൊക്കെ ഉണ്ട്. ആ നിയമം അനുസരിച്ചിട്ട് അവിടുത്തെ മെഡിക്കൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? അവർ ഈ പറയുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് രോഗികളെ ശുശ്രൂഷിക്കാനുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ വരുന്നതും ദുരന്തത്തിൽ വരുന്നതും രോഗികൾ തന്നെയാണ്. അവരെയും പരിഗണിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അവരതിനു വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി തീരുമാനിച്ചു വെക്കണം. അതാണ് സഡൻ ആയിട്ട് ഉണ്ടാകുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനായിട്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ they can handle it easily. പെട്ടെന്ന് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിലാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഓക്കെ, സോ they have to make or take measures
അതായത് അതിന് വേണ്ടിയിട്ട് ഓരോ സർക്കംസ്റ്റൻസസിനെയും ഫേസ് ചെയ്യാനുള്ള മെഷേഴ്സ് അവര് from time to time they have to take, and also then they can save a large number of lives from casualties. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകളുടെ ജീവൻ, ഈ അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. അത് അല്ലെങ്കിൽ അവരെയൊക്കെ സേഫ് ആയ സ്ഥലങ്ങളിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അത് ഹോസ്പിറ്റൽസ് പ്ലാൻഡ് ആണെങ്കിൽ, അവരുടെ ഡിസിഷൻസ് കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ താറുമാറായി പോകും. അപ്പൊ ട്രയേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കിനി ഇതിനകത്ത് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, ട്രയേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ നമുക്ക് എങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ളത് അത് ഹോസ്പിറ്റൽസിന്റെ പ്ലാൻ ആൻഡ് ഡിസിഷൻസ് ആയിരിക്കണം. സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? they can avoid large number of deaths, അല്ലെ? മരണ നിരക്കുകളെ കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സേഫ് ആയിട്ട് ഉള്ള ആളുകളെ പർട്ടിക്കുലർ സ്ഥലങ്ങളിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? മാറ്റാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത ട്രയേജിന്റെ. ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫ് മനസ്സിലായോ? മനസ്സിലായി? ഓക്കെ. സോ നിങ്ങൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഈ ഒരു സെന്റൻസ് ആണ് കേട്ടോ. ഫിസിഷ്യൻസ് ആൻഡ് in particular surgeons, in particular no matter, physicians and surgeons can be faced with the insuperable problems and must therefore make decisions. Make decisions. avada vare madi do. ഫിസിഷ്യൻസ് സർജൻസും ഒക്കെ നേരത്തെ കൂട്ടി അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് ഒക്കെ അവർ ഫേസ് ചെയ്യേണ്ടതിന് അപ്പൊ അതിനെ കുറിച്ചുള്ള നേരത്തെ തീരുമാനങ്ങളൊക്കെ അവര് എടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഇനി അടുത്തത് എന്താന്ന് നോക്കിയാൽ ആ സെന്റൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് ബെസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അണ്ടർലൈൻ ചെയ്യാം. സോ to get possible results, അല്ലെങ്കിൽ to get more good results, നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഒരു ഡിസാസ്റ്ററിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റി എന്തെങ്കിലും ഡിസാസ്റ്റർ ഫേസ് ചെയ്തു, അവിടെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ചികിത്സ കൊടുത്തു, ആരുടെയും ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നില്ല. അങ്ങനെയുള്ള നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ we have to or the hospital have to consider the concept triage. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രയേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ട്രയേജ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡ് ആണ്. ഇറ്റ് മീൻസ് ടു സോർട്ട് ഔട്ട് എന്നാണ് കേട്ടോ. ഒരു ഫ്രഞ്ച് മീനിങ് ഉള്ള ഫ്രഞ്ച് വേർഡ് ആണ്. അതിന്റെ മീനിങ് ടു സോർട്ട് ഔട്ട് എന്നാണ്. സോർട്ട് ഔട്ട് ചെയ്യുക, നമ്മള് നോട്ടുകൾ സോർട്ട് ഔട്ട് ചെയ്യാറില്ലേ? 5ന്റെ 10ന്റെ അല്ല 20ന്റെ അങ്ങനെയൊക്കെ സോർട്ട് ചെയ്യില്ലേ? എന്ന് വെച്ചാൽ തരംതിരിക്കുക. ക്ലാസ്സിൽ കുട്ടികളെ സോർട്ട് ചെയ്യും അല്ലെ? ഹൈറ്റ് അനുസരിച്ച് സോർട്ട് ചെയ്യാം, ആൽഫബറ്റിക് ഓർഡറിൽ അവരുടെ പേരിനനുസരിച്ച് സോർട്ട് ചെയ്യാം അല്ലെ? അല്ലെങ്കിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് സോർട്ട് ചെയ്യാം. പല രീതിയിലും പല കാര്യങ്ങളും നമ്മൾ സോർട്ട് ചെയ്ത് കാര്യങ്ങളെ തീരുമാനിക്കാറുണ്ട്. ഇവിടെ ട്രയേജ് എന്ന് പറയുന്നത് സോർട്ട് ഔട്ട് തന്നെയാണ്. എന്ത് സോർട്ട് ഔട്ട് ചെയ്യുന്നതാ ഇവിടെ when the disaster occur, there may be a lot of people, those who got injured, seriously injured, or also those who are nearly to death, മരണത്തോട് മല്ലി, or ചില people may be survived. ഇവരിൽ നിന്ന് പല രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്യുക, അതാണ് കാഷ്വാലിറ്റീസ് എന്ന് പറയുന്നത്. ക്യാൻ ബി സോർട്ട് ഔട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രയോറിറ്റി ഓഫ് ട്രീറ്റ്മെന്റ്. ആർക്ക് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കണം, ആർക്കായിരിക്കും ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കണേ? ആലോചിച്ചിരിക്കും നിങ്ങള്. ആർക്കാണ്? ഇപ്പൊ നോക്കിയേ, ഒരു ഭയങ്കര വലിയ എന്തെങ്കിലും ദുരന്തം നടന്നു, തലനാരി ഇടുക്കി രക്ഷപ്പെട്ട് ആഘാതത്തിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നവരുണ്ടായിരിക്കാം അല്ലെ? അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഒരു കാലൊടിഞ്ഞു, കൈ ഒടിഞ്ഞു, അതിനെന്തെങ്കിലും പറ്റി ഓടി വീഴപ്പോ അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോന്നതായിരിക്കും. അപ്പൊ തലനാരി ഇടുക്കി രക്ഷപ്പെടുകയും ചെയ്തു. ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കാലിലോ കൈക്കോ ഒക്കെ എന്തെങ്കിലും ഫ്രാക്ചർ വന്നു അവരുണ്ടാകാം. നല്ല സീരിയസ് ഇഞ്ചുറി കിട്ടിയവരുണ്ടായിരിക്കും. ചിലപ്പോ നല്ല വയറിന് നല്ല ക്ഷതം കിട്ടിയവരാകാം, നമ്മുടെ തലയ്ക്ക് നല്ല ക്ഷതം കിട്ടിയവരാകാം, നമ്മുടെ തൊറാക്സ് അതായത് നെഞ്ചിന്റെ അവിടെയൊക്കെ വലിയ എന്താ പറയാ ഇത് വന്നവരായിരിക്കാം. ഇങ്ങനെയൊക്കെ വലിയ ഇഞ്ചുറീസ് അങ്ങനെയുള്ളവരും ഉണ്ട് അല്ലെ? എന്താ പറയാ തീരെ, അതായത് നമുക്ക് മരിച്ചു പോകും, നമുക്ക് വേറെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല എന്നുള്ള ആളുകളുണ്ടായിരിക്കും. ഇങ്ങനെ പല വിഭാഗത്തിലുള്ള ആളുകളുണ്ടായിരിക്കും. ആർക്കാണ് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എന്ന പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് സോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതും? അപ്പൊ ഇതിന് എന്താ പറയാ, നമ്മളുടെ മെഡിസിൻ 18th സെഞ്ചുറിയിലെ മെഡിസിൻ എന്താ പറയാ മിലിറ്ററി മെഡിസിൻ പറയുന്നത് ഇങ്ങനെയാണ്, ഈ പറയുന്ന രീതിയിലൊക്കെയാണ് സോർട്ട് ചെയ്യേണ്ടത് എന്നാണ്. അതായത് ചില മാനദണ്ഡങ്ങൾ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരു ഗൈഡ് ലൈൻ പോലെ
ഫോർ സോർട്ടിങ് ഔട്ട് കാഷ്വാലിറ്റീസ് വെൻ എ ഡിസാസ്റ്റർ ഒക്കെ. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ കാഷ്വാലിറ്റിനെ ഈ രീതിയിൽ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം എന്നൊരു ഗൈഡ് ലൈൻ, ഒരു പ്രിൻസിപ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് ആളുകളെ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തേക്കണേ നമുക്ക് നോക്കാം. ട്രയേജ് പ്രോസസ്സിനകത്ത് വന്നിരിക്കുന്ന ചില കാറ്റഗറീസ് ആണ്. ഒന്നാമത്തേത് കാറ്റഗറി നമ്പർ 1 ആണ്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആളുകളാണ് ഈ വിഭാഗത്തിൽ വരിക. ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റൽസിൽ എത്തിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടവർ. ഇതാണ് കാറ്റഗറി നമ്പർ 1. ഇവിടെ അവിടെ അപ്രോക്സിമേറ്റ്ലി 20% എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ അവിടെ ഏകദേശം ഒരു 10-20% ആളുകൾ ഈ ഒരു കാറ്റഗറിയിൽ വരാൻ സാധ്യതയുണ്ട്, ചാൻസസ് ആണ് കേട്ടോ. മൊത്തം ആളുകളിൽ ഒരു 20% ആളുകൾ കാറ്റഗറി നമ്പർ 1, ദോസ് ഹു നീഡ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, എത്രയും പെട്ടെന്ന് ചികിത്സ ആവശ്യമുള്ളവരാണ് ഈ വിഭാഗത്തിൽ വരിക. സെക്കൻഡ് വൺ കാറ്റഗറി നമ്പർ 2 ആണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ, കുറച്ചുകൂടി വൈകിയാലും കുഴപ്പമില്ല, ഇത്തിരി സമയം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇറ്റ് വിൽ നോട്ട് ഹാം ദെയർ ഹെൽത്ത്, അവരുടെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ ലൈഫിനോ അല്ലെങ്കിൽ ലൈഫിനോ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ കുറച്ചു നേരത്തേക്ക് വൈകിച്ചാലും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം, അതാണ് കാറ്റഗറി നമ്പർ 2. ഏകദേശം ഒരു ഡിസാസ്റ്ററിൽ എന്താ പറയാ 40% ആളുകൾ ഈ വിഭാഗത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഒരു കണക്കെടുപ്പ് പ്രകാരമാണ് കേട്ടോ. അതായത് നേരത്തെയുള്ള പഠനങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിലും ഡിസാസ്റ്ററുകൾ ഒക്കെ ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ച പഠനങ്ങളിൽ നിന്നും അവർക്ക് കിട്ടിയ ഒരു റിപ്പോർട്ടാണ് ഇത് ഒരു ഗൈഡ് ലൈൻ പോലെ എല്ലായിടത്തും സ്വീകരിക്കാം എന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണത്? ഒന്നാമത്തെ കാറ്റഗറി ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വേണ്ടത്. കാറ്റഗറി നമ്പർ 2 ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ 3 മിനിമൽ ട്രീറ്റ്മെന്റ് ആണ്. എന്നുവെച്ചാൽ മിനിമം ഒരു ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചിലപ്പോ അവരുടെയൊക്കെ ഒന്ന് കൈയും കാലൊക്കെ വല്ല പോറലോ അല്ലെങ്കിൽ ചിലപ്പോ ഫ്രാക്ചറോ ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അത് വിഭാഗം അത് എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്ററിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 40% ആളുകളാണ്. ഇവർക്ക് പ്രയോറിറ്റി 3 ആണ്. എന്നുവെച്ചാൽ ഇവര് ഓരോരുത്തരെയും ഈ പറയുന്ന ഓരോ വിഭാഗത്തിനും ഏത് രീതിയിലുള്ള മുൻഗണനാ ക്രമത്തിലാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. പ്രയോറിറ്റി 1 ആണ് കാറ്റഗറി നമ്പർ 1 വരുന്നത്, അതായത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. കാറ്റഗറി നമ്പർ 2 സെക്കൻഡ് പ്രയോറിറ്റി ആണ്, രണ്ടാമത്തെ മുൻഗണനയാണ്. അത് ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്, കുറച്ചും വൈകി. എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നവർക്ക് എല്ലാം ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബാക്കിയുള്ള സമയത്താണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ഡിലേഡ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കാറ്റഗറി നമ്പർ 3 മിനിമൽ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഫസ്റ്റും സെക്കൻഡും പ്രയോറിറ്റീസ് കംപ്ലീറ്റ് ചെയ്തു, അത് കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഈ പറയുന്ന വിഭാഗത്തിലെ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. സോ ദേ ആർ ഇൻ പ്രയോറിറ്റി 3. കാറ്റഗറി 3 പ്രയോറിറ്റി 3 ക്ലിയർ ആയോ? ഇതെന്തായി എഴുതി വെച്ചേക്കണേന്ന് കണക്ട് ചെയ്ത് പറയണം, അല്ല പഠിക്കണം. വെറുതെ നമ്മൾ എന്തെങ്കിലും കുറെ കാറ്റഗറി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് വിചാരിക്കരുതേ. അപ്പൊ നമ്മുടെ കാഷ്വാലിറ്റീസ് അസസ് ചെയ്ത് അതിനനുസരിച്ച് പ്രയോറിറ്റി എന്ത് ട്രീറ്റ്മെന്റിന് കൊടുക്കണം എന്നുള്ള കാര്യത്തിലാണ് ചില ഗൈഡ് ലൈനുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഗൈഡ് ലൈൻ പ്രകാരം 3 കാറ്റഗറീസ് ആയിട്ട് ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാഷ്വാലിറ്റീസിനെ തരംതിരിച്ചിട്ടുണ്ട്. They are category number 1 immediate treatment ആവശ്യമുള്ളവര്, category number 2 delayed treatment ആവശ്യമുള്ളവര്, category number 3 minimal treatment ആവശ്യമുള്ളവര്. ഓക്കെ, മനസ്സിലായല്ലോ? ഈ 3 കാറ്റഗറിയും അണ്ടർലൈൻ ചെയ്തിട്ട് കാറ്റഗറി 3 അണ്ടർലൈൻ ചെയ്തേ, അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ചെയ്തോ? അപ്പൊ ഇനി ഇത് തന്നെ വീണ്ടും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 1 കാറ്റഗറി നമ്പർ 1 പറയുന്നു, അതായത് ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസാസ്റ്ററുകളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കണക്കാണ് കേട്ടോ. നമ്മൾ വിചാരിക്കരുത് ഇതെപ്പോഴാണ് ഇവരിങ്ങനെ കൃത്യമായ അളവുകളൊക്കെ എടുത്തിരുന്നത്. തീർച്ചയായിട്ടും ഓരോ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുമ്പോഴും there may be a group of people those who are studying about that particular disaster. ഏതെങ്കിലും ദുരന്തം ഉണ്ടാവുമ്പോ ആ ദുരന്ത മുഖത്ത് പോയി ദുരന്തങ്ങളെ കുറിച്ച് പഠിച്ച് ഓരോ പ്രോജക്റ്റുകളും പോലെയൊക്കെ എടുത്ത് അതിനെ കുറിച്ച് പഠിച്ച് ഉണ്ടാക്കി നോട്ടുകളും റിപ്പോർട്ടുകളും ഒക്കെ തയ്യാറാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ
എന്താ പറയാ 2018 ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞപ്പോ നമ്മളും ഒരുപാട് എന്താ പറയാ അതിനെ എക്സ്പീരിയൻസ് ചെയ്തവരാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അത് നമ്മളുടെ വെള്ളമൊക്കെ പോയി ഒരു വിതിൻ 2 weeks 2 ആഴ്ച കഴിഞ്ഞു അപ്പോഴേക്കും ഇതുപോലെ ഒരുപാട് കോളേജ് സ്റ്റുഡൻസ് ഒക്കെ അവരുടെ എന്തെങ്കിലും എന്താ പറയാ പഠനത്തിന്റെ ഭാഗമായിട്ട് പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വന്നു എത്രത്തോളം വെള്ളം കയറി അത് പോയിന്റ് ഔട്ട് ചെയ്തു. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ സാമഗ്രികൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെയെങ്കിലും ലൈഫിന് എന്തെങ്കിലും സംഭവിച്ചോ, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഈ ദിവസങ്ങൾക്കുള്ളിൽ വന്നോ, ഒത്തിരി ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തുകൊണ്ട് പോയി. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തത് ഇവർ പല എന്താ പറയാ റിപ്പോർട്ടുകളാക്കി മാറ്റിവെക്കും. അപ്പൊ അതിൽ നിന്നും അവർക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഒരു ഡാറ്റ അവരതിൽ നിന്ന് എന്താ പറയാ അനലൈസ് ചെയ്ത് ഒക്കെ പഠിച്ചെടുത്ത് കഴിയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ഇതിനകത്ത് എത്ര പേരുടെ ലൈഫ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് അസുഖങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ടായ ഡിസാസ്റ്ററുകൾ പഠിച്ചതിന് ശേഷം കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് ഒരു ഗൈഡ് ലൈൻ പോലെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് വൺ അവർ പറയുന്നത് എക്സ്പീരിയൻസ് പറയുന്ന അനുസരിച്ച്, അതായത് നേരത്തെ ഉള്ള പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രകാരം 20% ഓഫ് ദ കാഷ്വാലിറ്റീസ് റിക്വയർ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ വരുമ്പോൾ ഏകദേശം 20% ആളുകൾക്ക് നല്ല ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, പെട്ടെന്ന് ട്രീറ്റ്മെന്റ് വേണ്ട വിഭാഗമാണ്. ഇതാണ് കാറ്റഗറി നമ്പർ 1 വരുന്നത്. എന്ന് വെച്ചാൽ അത് ഏതൊക്കെ തരത്തിലുള്ള കാഷ്വാലിറ്റീസ് ആണ്, അത്തരം അത്യാഹിത വിഭാഗത്തിൽ വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. Maybe suffering from severe bleeding from easily accessible sources. എന്ന് വെച്ചാൽ ചില പ്രധാനപ്പെട്ട അവയവങ്ങളിൽ നിന്നൊക്കെ വളരെയധികം അമിതമായിട്ടൊക്കെ ബ്ലഡ് ഇങ്ങനെ എന്താ പറയാ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുക. പിന്നെ നമ്മുടെ ന്യൂമോതെറാക്സ്, അതുപോലെ തന്നെ ഹിമോതെറാക്സ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ചില, അതായത് നമ്മളുടെ അതൊക്കെ ചിലപ്പോ വളരെ ഷോർട്ടസ്റ്റ് ടൈമിൽ ചിലപ്പോ റിമൂവ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഫേസ് ചെയ്യുന്നതിന് ഹൈപ്പോവാൾമിക് ഷോക്ക്, പെട്ടെന്ന് അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ആഘാതത്തിൽ നിന്നുണ്ടാകുന്ന ഷോക്ക് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരെ അതിൽ നിന്നും വിമുക്തരാക്കേണ്ടി വരും. അതൊക്കെ വളരെ എളുപ്പം ചുരുങ്ങിയ സമയത്ത് തന്നെ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത്, പിന്നെ നമ്മളുടെ എന്താ പറയാ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അതിനെയും, പിന്നെ നമ്മളുടെ ഫേഷ്യൽ ബേൺസ് ഒക്കെ, മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് പൊള്ളലേറ്റിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചില ഈ എർത്ത് പോലെയുള്ള ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ലൈനൊക്കെ കട്ടായിട്ട് ചിലപ്പോൾ വയറൊക്കെ ഷോർട്ടായി ഫയറും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്നും ചില പൊള്ളലുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ഫേഷ്യൽ ബേൺസ്, അതുപോലെ തന്നെ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് മുകളിലേക്കൊക്കെ ചിലപ്പോ തീയുടെ ആഘാതം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രയോറിറ്റി ആയിട്ട് ഒന്നാമത്തെ മുൻഗണനയിൽപ്പെടുത്തി കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ആളുകൾ. ക്ലിയർ ആയോ? മനസ്സിലായോ? ന്യൂമോതെറാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തൊറാക്സ് എന്ന് പറഞ്ഞാൽ നെഞ്ചാണ്. ന്യൂമോതെറാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊളാപ്സ്ഡ് ലങ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ ശ്വാസകോശത്തിന് എന്തെങ്കിലും ആഘാതമേറ്റതേ, ചിലപ്പോ എന്തെങ്കിലും വീണിപ്പോ ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യാൻ എന്തെങ്കിലും നെഞ്ചിലൊക്കെ വന്ന് പിന്നിട്ട് അതിന് സംഭവിച്ചിരിക്കുന്ന വലിയ ആഴത്തിലുള്ള ക്ഷതമാണ് ന്യൂമോതെറാക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ എന്താ പറയാ ഹീമോതെറാക്സ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ സീരിയസ് കണ്ടീഷൻ വെച്ച് ബ്ലഡ് കളക്ഷൻ പ്ലൂറൽ സ്പേസ്, നമ്മളുടെ ഈ ലങ്സിനും അതുപോലെ തന്നെ റിബ് കേജും. ലങ് എന്താ ശ്വാസകോശം, അതിന് താഴെ എന്തുണ്ട്, നമ്മളുടെ ഇതിനെ കവർ ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു റിബ് കേജ് ഉണ്ട്. ശ്വാസകോശത്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ 6 പാക്ക് എന്നൊക്കെ പിള്ളേർ അറിയില്ലേ? അതെ, എന്ന് മലയാളത്തിൽ പറയുന്ന റിബ് കേജിന് വാരിയല് അല്ലെ? വാരിയലല്ല, അല്ലല്ല, വാരിയലല്ല, റിബ് കേജ് അറിയാലോ, റിബ്സിൽ എവിടെ? അത് എന്തെന്നാണോ? അത് നമ്മുടെ ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതെല്ലാം കൂടി ഉണ്ടല്ലോ. ഇപ്പൊ എന്തെങ്കിലും ക്ഷതം വന്നു കഴിയുമ്പോ വാരിയൽ തന്നെയല്ലേ? ഓക്കെ, പുറകിലുള്ളതോ? അത് നട്ടലാണ്. ഓക്കെ, ശരി, ഞാൻ അതാണ് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിക്കൊണ്ടുകൊണ്ട് വാരിയലല്ല എന്ന് പറഞ്ഞു. വാരിയൽ തന്നെ, അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ 6 പാക്സ് ഒക്കെ പിള്ളേര് കാണിക്കുമല്ലേ ഇതിലൊക്കെ പോയിട്ട്. അപ്പൊ ഹിമോതെറാക്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എന്തെങ്കിലും ഇഷ്യൂ കാരണം ഈ എന്താ പറയാ ഈ ലങ്സിന്റെയും ഈ റിബ് കേജിന്റെ ഇടയിലേക്ക് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വന്നിട്ട് ബിൽഡപ്പ് ചെയ്യുക, കളക്ട് ചെയ്യപ്പെടുക. കുറെ ആ സ്പേസിൽ ബ്ലഡ് വന്ന് ഇങ്ങനെ തന്നു എന്നുവെച്ചാൽ എവിടെയെങ്കിലും ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടായതുകൊണ്ട് ആ ബ്ലഡ് ഇങ്ങനെ ഒഴുകി റിബ് കേജിന്റെയും ലങ്സിന്റെയും ഇടയിൽ ആ ബിറ്റ്വീനിൽ വന്ന് വരും. അങ്ങനെ ഒരു എന്തെങ്കിലും ഇഷ്യൂസ്, അതാണ് ഹീമോതെറാക്സ് എന്ന് പറയുന്നത്.
ഇത്തരം ഇഷ്യൂസ് ഒക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് ഇതിനകത്ത് പഠിക്കേണ്ടത്? നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ട്രീറ്റ്മെന്റിലെ കാറ്റഗറി 1-ൽ ഉൾപ്പെടുത്തേണ്ടത്, അതൊന്ന് ഓർത്തിരിക്കണം അല്ലെങ്കിൽ പഠിച്ചു വെക്കണം. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്തു നോക്കിയ കാറ്റഗറി 1 ഇൻക്ലൂഡ്സ്. അണ്ടർലൈൻ ചെയ്യാമോ ഇത് കേട്ടോ? ദിസ് കാറ്റഗറി എന്നല്ല, കാറ്റഗറി 1 ഇൻക്ലൂഡ്സ്, ബ്രാക്കറ്റ് വേണ്ട, ഫുള്ളും. ചിലപ്പോ അതിൽ നിന്ന് ചോദ്യം വരാം, ഏതൊക്കെയാണ് കാറ്റഗറി 1-ൽ വരെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ കാറ്റഗറി 2-ലായിട്ട് നമുക്ക് കയറ്റിയിടാം. അതുകൊണ്ട് അത് പഠിച്ചു വെച്ചേക്കാം, അറിഞ്ഞു വെച്ചേക്കാം. ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, ഹീമോതെറാക്സ്, പിന്നെന്താ പറയാ, ഹൈപ്പോവോൾമിക് ഷോക്ക്, പിന്നെ സീരിയസ് ഇഞ്ചുറീസ്, ഫേഷ്യൽ ബേണിങ്സ്, ബേൺസ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് വരെയുള്ള ബേണിങ്സ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിലാണ്, പെട്ടെന്ന് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. സെക്കൻഡ്, ഇനി നമ്മുടെ കാറ്റഗറി 2 ആണ് അടുത്ത പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞത് പ്രയോറിറ്റി 2 ആണ്, മുൻഗണന 2 ആണ് അതിന്. അതനുസരിച്ചിട്ട് ഏകദേശം കുറച്ച് സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് വൈകിച്ചാലും കുഴപ്പമില്ല. ഇവർക്ക് അങ്ങനെ വലിയ അപകടം അല്ലെങ്കിൽ ജീവന് അപകടമല്ലാത്ത ഒരു പൊസിഷനിലുള്ള ആൾക്കാരാണ്. ഏകദേശം ഒരു ഡിസാസ്റ്ററിൽ ഒരു 40% ഓഫ് ആളുകളും ഈ ഒരു വിഭാഗത്തിൽ വരാൻ സാധ്യതയുണ്ട്. സോ ഒരു ലൈഫ് സേവിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവർക്ക് എന്താ പറയാ, ഇവരുടെ ലൈഫിന് ഒന്നും സംഭവിക്കുന്നില്ല. കുറച്ചും കൂടി നമുക്ക് അക്യൂട്ട് ആയിട്ടുള്ള ഡേഞ്ചർ ഒന്നുമല്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡേഞ്ചർ സിറ്റുവേഷനിലല്ല ഉള്ളതുകൊണ്ട് the treatment can be delayed for 6 to 8 hours. ഏകദേശം ഒരു 6 to 8 മണിക്കൂർ വരെ വേണമെങ്കിൽ നമുക്ക് അവരുടെ കാര്യങ്ങൾ നീട്ടാം. കുറച്ചുകൂടി വൈകിയാൽ ഒരു 6-8 മണിക്കൂറിനുള്ളിലൊക്കെ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരിക്കും. അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ലൈഫിന് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് വൈകിക്കുന്നത്. 6 to 8 മണിക്കൂർ അവിടെ എടുത്ത് പറഞ്ഞു കേട്ടോ. സോ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യാനാണെങ്കിലും മറ്റു ട്രീറ്റ്മെന്റുകൾക്കാണെങ്കിലും ഇത്രയും മണിക്കൂറുകൾ ഡിലേ ചെയ്താലും ഓക്കെ. സോ അത് എന്തൊക്കെയാണ് അത്തരം കാഷ്വാലിറ്റീസ് വരുന്നത് ഏതൊക്കെയാണെന്ന് അതും എടുത്തു പറയുന്നുണ്ട്. ഈ കാറ്റഗറിയിൽ ഏതൊക്കെയാ, സഫറിങ് ഫ്രം ഫ്രാക്ചേഴ്സ് എന്ന് വെച്ചാൽ വലിയ ഏതെങ്കിലും തരത്തിലുള്ള കയ്യോ കാലോ വലിയ ഒടിയ, എല്ല് പൊട്ടുണ്ടാകുക, ഓക്കെ. പിന്നെ ഡിസ്ലൊക്കേഷൻ, എന്താ പറയാ ജോയിന്റ് ഇങ്ങനെ വിട്ടുപോകുന്ന ഒരവസ്ഥ, ഇഞ്ചുറീസ് ടു ദ അബ്ഡോമൻ, നമ്മളുടെ വയറിന്റെ ഭാഗത്തായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ്, അതുപോലെ നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്തുള്ള ഇഞ്ചുറീസ്, യൂറോജെനിറ്റൽ ട്രാക്ട്, അതുപോലെ തന്നെ നമ്മുടെ ജെനിറ്റൽ ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ്. ഇതുപോലെ എന്താ പറയാ, അതായത് യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിനൊക്കെ നമ്മുടെ യൂറിൻ സംബന്ധപ്പെട്ട ചിലപ്പോൾ എന്താ പറയാ യൂറിനൊക്കെ പാസ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഓക്കെ, ഇതൊക്കെ ഈ ഡിസാസ്റ്ററിൽ ചിലപ്പോൾ കിട്ടിയ ഒരു ഇതായിരിക്കാം, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്കൾ, ബ്രെയിൻ അല്ലെ, സ്കള് തലയോട്ടിക്കൽ ബ്രെയിനൊക്കെ ചെറുതായിട്ടുണ്ടായ മുറിവുകൾ, അതുപോലെ തന്നെ 2 degree ബേൺസ്, സെക്കൻഡ് ഡിഗ്രി ബേൺസ് ആണ്. 20 to 30%, ഏകദേശം ഒരു 20 മുതൽ 30% വരെ ബോഡിയുടെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാകുന്ന ചെറുതര പൊള്ളലുകൾ. അത് ഫേഷ്യൽ അല്ല, ഫേഷ്യൽ ബേൺസ് ആണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയിൽ വന്നത്. മുഖത്തുണ്ടാകുന്ന പൊള്ളലുകൾ, മറ്റു ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് ഏകദേശം 20 to 30% വരെ പൊള്ളലുള്ളൂ എങ്കിൽ ബേൺ, അതന്നെ ബേൺസ്. ഇവിടെ എന്താ എഴുതിയേക്കണേ, സ്പെല്ലിംഗ് തെറ്റിപ്പോയി അല്ലെ, ബേൺസ് ആണ് കേട്ടാ, BURNS. ഓക്കെ, ഞാനത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, 20 to 30% ഓഫ് ദ ബോഡിയിൽ ഉണ്ടാകുന്ന ബേൺസ് ആണെങ്കിലും ആൻഡ് ഈ പറയുന്ന എന്താ പറയാ കാറ്റഗറിയിലാണ്, സെക്കൻഡ് കാറ്റഗറിയിലാണ് വരുന്നത്. 20 to 30% ആണ് കേട്ടോ, ഡിഗ്രി ബേൺസ് ആണ്. അത് ഓക്കെ. സോ ഡിലേഡ് ട്രീറ്റ്മെന്റ് വരുന്ന ഒരു കാറ്റഗറിയാണ് കാറ്റഗറി നമ്പർ 2. എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്? 40% ഓഫ് കാഷ്വാലിറ്റീസ് ആണ് ഈ ഒരു വിഭാഗത്തിൽ വരുന്നതും ഇവർക്ക് പ്രൊസീജിയേഴ്സ് ഓർ എന്താ പറയാ ട്രീറ്റ്മെന്റ് ക്യാൻ ബി ഡിലേഡ് അപ് ടു 6 to 8 hours, 6 മുതൽ 8 മണിക്കൂർ വരെ വൈകാമെന്നുള്ളതും. പിന്നെ ഏതൊക്കെ കാഷ്വാലിറ്റീസ് ആണ് ഇതിനകത്ത് വരുന്നതെന്നുള്ളത് ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻ, ഇഞ്ചുറീസ് ടു അബ്ഡോമൻ ഓർ തൊറാക്സ്, യൂറോജെനിറ്റൽ ട്രാക്ട്, സ്കൾ, ബ്രെയിൻ, പിന്നെ ബേൺസ് 20 to 30%. അത്രയും മതി. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ ആണല്ലോ.
അപ്പൊ കാറ്റഗറി നമ്പർ 2 എന്ന് പറയുന്നതിനകത്ത് ഡിലേഡ് ട്രീറ്റ്മെന്റ് കാറ്റഗറി നമ്പർ 2 എന്ന് ഉള്ളത് തുടങ്ങി കാഷ്വാലിറ്റീസ് വരെ ആദ്യം അണ്ടർലൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ദിസ് കാറ്റഗറി ഇൻക്ലൂഡ്, ദിസ് കാറ്റഗറി എന്ന് പറഞ്ഞ് പഠിക്കരുത്, പഠിക്കുമ്പോൾ സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞു പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസ് ദിസ് കാറ്റഗറി ഇൻക്ലൂഡ്സ് എന്നുള്ളതില് എന്താ പറയാ കാറ്റഗറി 2 ഇൻക്ലൂഡ്സ് കാഷ്വാലിറ്റി സഫറിംഗ് ഫ്രം ഫ്രാക്ചേഴ്സ് എന്ന് തുടങ്ങി 20 to 30% ഓഫ് ദ ബോഡി എന്ന് വരെയുള്ളത് അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് എന്താ പറയണേ നോക്കിയേ, നമ്മളിപ്പോ ഫസ്റ്റ് കാറ്റഗറിയും സെക്കൻഡ് കാറ്റഗറിയും പറഞ്ഞു അല്ലെ. ഇനി കാറ്റഗറി 2 കാഷ്വാലിറ്റീസ് മേ റിക്വയർ, ചിലപ്പോഴൊക്കെ ഇല്ലേ നമ്മൾ കാറ്റഗറി 2 തരംതിരിച്ച് വെച്ചിട്ടുണ്ടാവും സോർട്ട് ചെയ്തപ്പോ. അവിടെ കണ്ടപ്പോ ഡിസാസ്റ്റർ സൈറ്റിൽ ചെന്നപ്പോ നമുക്ക് തോന്നിയത് ഇന്ന ആളുകൾക്കൊക്കെ കുറച്ചുകൂടി വൈകിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ കാറ്റഗറി 2 തിരിച്ചു വെച്ചിട്ടുണ്ട്. കാറ്റഗറി 1 പോയി ഇവരെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം പറഞ്ഞിട്ട് പെട്ടെന്ന് അവരെ മൂവ് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ചില സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സിറ്റുവേഷൻ ചിലപ്പോ ബിക്കം വേഴ്സ്, ചിലപ്പോൾ മാറ്റേണ്ടി വരും നമ്മുടെ ഡിസിഷൻ. കാറ്റഗറി 2 പെടുത്തിയിരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ നമുക്ക് കാറ്റഗറി 1 ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. വൈ? കാരണം എന്താ, ചിലപ്പോ ചില ആൾക്കാർക്ക് അത്തരം ഇഞ്ചുറീസ് ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോ ആ ഒരു ഡിസാസ്റ്ററിന്റെ ആ ഒരു എന്താ പറയുക പെട്ടെന്നുണ്ടായ ഒരു ആഘാതത്തിലോ ഷോക്കിലോ ഒക്കെ ഇവരുടെ ഉള്ള സിറ്റുവേഷൻ തന്നെ കുറച്ചുകൂടി വേഴ്സ്റ്റ് ആകാം, മോശമാകാം. ചിലപ്പോൾ അവരുടെ രോഗം നേരത്തെ ഉള്ളതിൽ നിന്ന് മൂർച്ഛിക്കാം. ഇന്റേണൽ ഓർഗൻസിലേക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ബാധിച്ചിട്ട് ബ്ലീഡിങ് കൂടി കഴിയുമ്പോൾ അത് വീണ്ടും അന്നേരം ഒന്നും ചിലപ്പോൾ പ്രശ്നം ഉണ്ടായില്ല, കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവർക്ക് ഡിലേ ട്രീറ്റ്മെന്റ് മതിയും വിചാരിച്ച് മാറ്റി നിർത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വീണ്ടും വരിക. അങ്ങനെ വരുമ്പോൾ ദേ ഹാവ് ടു ബി അപ്ഗ്രേഡഡ് ടു കാറ്റഗറി നമ്പർ 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, കാറ്റഗറി നമ്പർ 2 നിലപ്പെടുത്തി ഇനി അവിടെ തന്നെ ഇരുന്നോ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ നിർത്താണോ? അല്ല, അങ്ങനെയുള്ളവരെ കാറ്റഗറി നമ്പർ 1 അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോ കാറ്റഗറി നമ്പർ 1 എത്തിയേക്കുന്ന ആൾക്കാരോ ഇവരെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോ അവര് കുറച്ചുകൂടി എന്താ പറയാ ഇതിന്റെ എന്താ പറയാ ഫാക്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവർ കുറച്ചുകൂടി റിലാക്സ്ഡ് ആവും. മൈൻഡും ഇതൊക്കെ റിലാക്സ്ഡ് ആയി കഴിയുമ്പോൾ അവരുടെ രോഗം കുറച്ചുകൂടി അവർക്ക് ഓക്കെ റിയാലിറ്റി ഫേസ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ആശ്വസിച്ച് ചിലപ്പോൾ അവരുടെ രോഗത്തിന്റെ സ്ഥിതി കുറേ നമ്മളുടെ മനസ്സും കൂടി ഉണ്ട് അല്ലെ, മനസ്സിന്റെ സ്ട്രെങ്ത് കൂടി ഉണ്ട്. നമ്മൾ എന്തെങ്കിലും രോഗം വരുമ്പോൾ മെന്റൽ സ്ട്രെങ്ത് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ കൂടുതൽ മോശമാവും. ആലോചിച്ച് നോക്കി, അങ്ങനെയല്ലേ? നമ്മള് എന്താ പറയാ എന്തെങ്കിലും രോഗം വന്നു, മെന്റലി ഇഫ് യു ആർ സ്ട്രോങ്, ആ രോഗം വന്നോട്ടെ കുഴപ്പമില്ല, ഞാൻ മെന്റലി സ്ട്രോങ് ആണ് ടു ഫേസ് എനിത്തിങ്, അതൊക്കെ ഫേസ് ചെയ്യാനൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവർക്കാണെങ്കിൽ ആ രോഗമൊക്കെ ഈസി ആയിട്ട് ഹാൻഡിലേക്ക് അത് വന്നതിലും സ്പീഡിലൊക്കെ തിരിച്ചുപോകും. പക്ഷെ ഒരു രോഗം വന്നു കഴിയുമ്പോൾ ബോഡി നമ്മളുടെ വീക്കാണ്, രോഗം വന്നു കഴിയുമ്പോൾ അസുഖം വന്നു കഴിയുമ്പോൾ. ആൻഡ് ഓൾസോ ഇഫ് യു ആർ മെന്റലി വീക്ക്, അപ്പൊ നമ്മളുടെ മനസ്സിനെയും തളർത്തുന്ന രീതിയിലായി പോയാലോ അവിടെ നമ്മൾ ആകെ നശിച്ചു പോകും. മനസ്സിലായ? അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ ബിക്കംസ് മോർ വേഴ്സ്റ്റ്, അത് കൂടുതൽ മോശം കണ്ടീഷൻസിലേക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതിയെ കൊണ്ടുപോകുന്നു എന്നാണ്. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും, ഇതുപോലെ കാറ്റഗറി നമ്പർ 1 ഉള്ള ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് കാറ്റഗറി നമ്പർ 2 മാറ്റാനും പറ്റും. മനസ്സിലായ? അപ്പൊ ചിലപ്പോൾ അവരുടെ രോഗം കുറച്ചുകൂടി ഭേദമായിട്ടുണ്ടാകും എന്ന് വെച്ചാൽ അവർക്ക് വലിയ പ്രശ്നമില്ല, കുറച്ചുകൂടി വൈകി കൊടുത്താൽ മതി ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്കും ആകാൻ സാധ്യതകളുണ്ട്, ചാൻസസ് ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പോ അത് ട്രയലേജ് ഓഫീസർ ഹു ഈസ് ഡൂയിങ് ഇറ്റ് അവരാണ് ഇതൊക്കെ കൃത്യമായിട്ട് അലേർട്ട് ആയിട്ടിരുന്ന് പരിശോധിക്കേണ്ടത്. കാറ്റഗറി 2 ആരെങ്കിലും ഇനി കാറ്റഗറി 1 ഉൾപ്പെടുത്തണോ, കാറ്റഗറി 1 ആരെങ്കിലും നമുക്ക് കാറ്റഗറി 2 മാറ്റാൻ പറ്റുമോ? So all these to be done by the triage officer. ആര് ചെയ്യണം? triage officer ആണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ? ആ സെന്റൻസ് മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം സാധ്യതയുണ്ട്. വേഴ്സ്റ്റ് കണ്ടീഷനിലുള്ളവര് കുറച്ചു നേരം കഴിയുമ്പോൾ ഒന്നുകൂടി ഭേദമാകാണെങ്കിൽ കാറ്റഗറി 1 മാറ്റി 2 ഇടും. അതേസമയം നിലവിൽ 2 ഉണ്ടായിരുന്ന ആളുടെ സിറ്റുവേഷൻ അവർ ചിലപ്പോൾ കുറെ ചിന്തിച്ചു കൂട്ടി ആരോഗ്യം മോശമാണ്, അതോടൊപ്പം തന്നെ മെന്റലിയും ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ സിറ്റുവേഷൻ കൂടുതൽ ചീത്തയാകാം, മോശമാകാം. അങ്ങനെ കാറ്റഗറി 1 പെടുത്താൻ പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. Then the last category, മൂന്നാമത്തെ കാറ്റഗറിയാണ് മിനിമം ട്രീറ്റ്മെന്റ് കാറ്റഗറി 3 ആണ്. ഇവിടെ ഒരു 40% ഓഫ് ദ കാഷ്വാലിറ്റീസ് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ഏകദേശം പഠനങ്ങൾ പറയുന്നതാണ്, മുൻ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്ന കാറ്റഗറൈസേഷൻസ് നടത്തിയിരിക്കുന്നത്. അത് നമ്മളുടെ മെഡിസിൻ എന്താ പറയാ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അതിനെ കുറിച്ച് പഠിച്ചു. ഈ ഡിസാസ്റ്ററിൽ ഏകദേശം എത്ര കാഷ്വാലിറ്റീസ് വരാം
അല്ലെങ്കിൽ മിനിമം പ്രയോറിറ്റി മാത്രം കൊടുക്കേണ്ട ആൾക്കാർ എത്ര വരാം എന്നൊക്കെ അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ അവർക്ക് ഒരു ഗൈഡ് ലൈൻ ആണ് ഹോസ്പിറ്റൽസിൽ. അപ്പൊ ഇത്രയും ഒക്കെ അവർക്ക് എന്താ പറയാ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്താൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ പഠനങ്ങൾ നടത്തുന്നത്. മിനിമം ട്രീറ്റ്മെന്റ് ആണ് കാറ്റഗറി 3 40% ആണ് വരിക. That means they will be differentiated and selected by doctor. ഏതെങ്കിലും ഡോക്ടേഴ്സ് ആയിരിക്കും ഇത് തരംതിരിച്ച് ഓരോരുത്തരെ മാറ്റി ആർക്കൊക്കെയാണ് ട്രീറ്റ്മെന്റ് വേണ്ടതെന്നും എന്നൊക്കെ നോക്കി ചെറിയ മുറിവുകൾ സ്ലൈറ്റ് വൂണ്ടഡുള്ളവരാണ്, അതുപോലെ തന്നെ ഹ്യൂജ് ആയിട്ടുള്ള മുറിവുകളുള്ളവരെയൊക്കെ കൃത്യമായിട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ നോക്കുന്നത് ഡോക്ടേഴ്സ് തന്നെയാണ്. കാഷ്വാലിറ്റീസ് മൈനർ വൂൺസ് ഒക്കെ ആണെങ്കിൽ, വളരെ കുഞ്ഞു മുറിവുകളൊക്കെ ആണെങ്കിൽ, അതുപോലെ കുഞ്ഞു ഫ്രാക്ചേഴ്സ്, ചെറിയൊരു വിരലിന്റെയോ കാലിന്റെ വിരലിന്റെയോ ഒക്കെ എല്ല് പൊട്ടിയൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ സെക്കൻഡ് ഡിഗ്രി ബേൺസ്, അതായത് 20%-നും ലെസ് ആയിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളാണെങ്കിൽ, ഒരു 20% താഴെയുള്ള മുറിവുകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി മിനിമം ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്താൽ മതിയാകും. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ അവര് ഡോക്ടേഴ്സ് ആണത് മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും ഓക്കെ, അതിന് കൃത്യമായിട്ടുള്ള സമയം അനുസരിച്ച് അവർക്ക് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. ആൻഡ് ഫർദർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇഫ് ദ സിറ്റുവേഷൻ, അത് മാത്രമല്ല ഈ വീണ്ടും എന്താ പറയാ ഈ പറയുന്ന ഫസ്റ്റ് തേർഡ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുടെ ഇച്ചിരി എന്തെങ്കിലും കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അവരുടെ എന്താ പറയാ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൂടുതൽ കൊടുക്കാൻ സാധിക്കാവുന്നതാണ്. The situation improves and once casualties നേരത്തെ പറഞ്ഞ പോലെ 1 നിന്ന് 2ലേക്ക് പോകുന്നത് പോലെ 2ൽ നിന്ന് 1ലേക്ക് പോകുന്നത് പോലെയൊക്കെ നമുക്ക് അതുകൊണ്ടും ചേഞ്ചസ് വരുത്താൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? Any doubt? ഒന്ന് വായിച്ചു നോക്കിയേ. അതിനകത്ത് 40% കാഷ്വാലിറ്റീസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അടുത്തത് അണ്ടർലൈൻ ചെയ്യേണ്ടത് must be different. 4 casualties suffering from third കാറ്റഗറിയിലാണ് കേട്ടോ. 4 casualties suffering from minor wounds, fractures of the small bones, sprains. Sprains എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്രെയിൻ കണ്ടില്ല. സ്പ്രെയിൻ എന്താണ്? ഇങ്ങനെ ഉളുക്കൊക്കില്ലേ, ഉളുക്ക് കയ്യോ കാലൊക്കെ ഉളുക്കൂല്ലേ നമ്മുടെ, അതാണ് ഉളുക്ക് എന്നാണ് പറയുക കേട്ടോ. അത് പിന്നെ സെക്കൻഡ് ഡിഗ്രി ബേൺസ് 20%-ന് ലെസ് ആയിട്ടുള്ളത് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കാറ്റഗറി നമ്പർ 3ലാണ്. അത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, യെസ്. ഇനി മോറോവർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കാറ്റഗറി നമ്മൾ നേരത്തെ പറഞ്ഞു കാറ്റഗറി ആയിട്ട് 3ആയിട്ട് തരംതിരിച്ചിരുന്നത്. മിലിറ്ററി മെഡിസിൻ കെയർ എന്താ പറയാ എക്സ്പീരിയൻസ് അനുസരിച്ച് അവർ നടത്തിയ പഠനങ്ങളിൽ നിന്നും അവർ തന്നിരിക്കുന്ന ഗൈഡ് ലൈൻസ് പ്രകാരം 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത. കാറ്റഗറി നമ്പർ 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, കാറ്റഗറി നമ്പർ 2 എന്താ പറയാ ഡിലേഡ് ട്രീറ്റ്മെന്റും, ആൻഡ് കാറ്റഗറി നമ്പർ 3 മിനിമൽ ട്രീറ്റ്മെന്റും. ഇങ്ങനെ ഇതിനേക്കാൾ വരിയായിട്ട് അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് ചില പേഷ്യൻസ്, some patients have to be assigned to category number 4. ചിലവരെ നമുക്ക് കാറ്റഗറി നമ്പർ 4ലും പെടുത്തേണ്ടതുണ്ട്. ഈ കാറ്റഗറി നമ്പർ 4ൽ ആരാണ്? എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. ട്രീറ്റ്മെന്റ് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. ഇവിടെ the patients may be the casualties may be include dying patients or injured with no chance of survival. അതായത് നമുക്ക് തിരിച്ച് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതിൽ സംശയമില്ല. സോറി, എന്താ വെച്ചാൽ സംശയമാണ്. എന്ന് വെച്ചാൽ അവർ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അവർ സർവൈവ് ചെയ്യോ എന്നുള്ളതിൽ യാതൊരു എന്താ പറയാ നമുക്ക് ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഗ്രൂപ്പ് ഓഫ് കാഷ്വാലിറ്റീസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാറ്റഗറി നമ്പർ 4ൽ പെടുത്തുക. എന്ന് വെച്ചാൽ ഡൈങ് പേഷ്യൻസ് ആണ്. അവരെങ്ങനെ വന്നാലും മരിക്കും. അതായത് അവർക്ക് ഇനി എന്തെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്താലും ഒരു രക്ഷയില്ലാത്ത അത്രയും ചിലപ്പോൾ അവരുടെ എല്ലാ ഓർഗൻസും ഏകദേശം എന്താ പറയാ ഡൗൺ ആയി പോയിട്ടുണ്ടാകാം. ദാറ്റ് മീൻസ് ദർ ഈസ് നോ എക്സ്പെക്ടേഷൻ.
അവരുടെ ലൈഫിനെ കുറിച്ച് യാതൊരു നമുക്ക് ഒരു ഇഞ്ച് പോലും അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് പോലും നമുക്ക് പ്രതീക്ഷയില്ലാത്തവരാണ്. ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവരെയാണ് കാറ്റഗറി നമ്പർ 4 എടുത്ത നോ ചാൻസ് ഓഫ് സർവൈവൽ ഗ്രൂപ്പാണ് ഇവിടെ വരുന്നത്. ഇനി ഈ ഒരു കാറ്റഗറിയിലെ ആൾക്കാരെ എന്താണ് അവർക്ക് എന്താ പറയാ ശ്വാസമുണ്ട്, ജീവൻ രക്ഷിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സംശയം വരാം. ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ളവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. അതേസമയം ഇമീഡിയറ്റ് ട്രീറ്റ്മെന്റ് കിട്ടേണ്ട പ്രയോറിറ്റി 1ൽ വരുന്ന ആൾക്കാരെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഇങ്ങനെയുള്ളവരെ ട്രീറ്റ് ചെയ്താൽ ഇവർക്ക് നമുക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഡോക്ടേഴ്സ് അവരെ വന്ന് നോക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റുമല്ലോ തിരിച്ച് കിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ നമുക്ക് ജീവൻ തിരിച്ചെടുക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെ തിരിച്ചെടുക്കുമ്പോൾ എന്താണ് ആ സമയം നമുക്ക് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് അപ്പൊ മറ്റു വേറെ ഒരു കുഴപ്പമില്ല, എല്ലാവരും ഇതുപോലെ കാറ്റഗറി നമ്പർ 4ൽ പെടുത്തേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ സമയമുണ്ട്. ഡോക്ടേഴ്സ് ക്യാൻ ഡു വാട്ട് എവർ ഇറ്റ് ഈസ്. അവർക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ചെയ്യേണ്ടത്, ലൈഫ് സേവ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും മെഡിക്കൽ കെയർ അവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അവിടെ കൂടുതൽ പ്രയോറിറ്റി 1 കിട്ടേണ്ട കാറ്റഗറി നമ്പർ 1ലുള്ള ഒരുപാട് പേഷ്യൻസ് ഇരിക്കെ നമ്മൾ ഈ പറയുന്ന കാറ്റഗറി നമ്പർ 4ൽ പെടുത്തുന്ന ആളുകളെ പോയി ശുശ്രൂഷിച്ചാൽ അതിൽ എന്തെങ്കിലും ആളുകളെ രക്ഷിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ എന്താണ് ഇവിടെ രക്ഷിക്കാൻ പറ്റിയില്ല, അവിടെ രക്ഷിക്കാൻ പറ്റാവുന്ന ആളുകളുടെ ജീവൻ അവിടെ ഒന്നും ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കും. കണ്ടോ, അങ്ങനെയുള്ളത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആണ് അപ്പൊ നമ്മൾ കാറ്റഗറി നമ്പർ 1 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിൽ തന്നെ പെടുത്തിരിക്കുന്നത്. അപ്പൊ കാറ്റഗറി നമ്പർ 4 എന്ന് പറയുന്നത് നോ ചാൻസ് ഓഫ് സർവൈവൽ കാഷ്വാലിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ വെറുതെ ഇറ്റ്സ് വെരി എന്താ പറയാ ടൈം കൺസ്യൂമിങ്, അത് വെറുതെ നമ്മൾ സമയം കളയുന്നു. അതേസമയം നമുക്ക് കാഷ്വാലിറ്റി കാറ്റഗറി നമ്പർ 1ലുള്ള ആളുകളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് പ്രത്യേകത. ക്ലിയർ ആയോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാത്രമല്ല അവർക്ക് എന്താ പറയാ വെറുതെ നമ്മൾ മെഡിസിനും അതുപോലെ തന്നെ അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ നഴ്സിംഗ് എഫേർട്ടുള്ള ഒരുപാട് നഴ്സസിനെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ശുശ്രൂഷയൊക്കെ ചെയ്ത് അവരെ ചുറ്റിപ്പറ്റിയ ആൾക്കാർ നിൽക്കുമ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ളവരുടെ അവിടെ ഓരോരുത്തരെ അതും ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ രണ്ടും ലോസ് ആണ് അല്ലെ. അപ്പൊ ചില ലോസുകൾ നമുക്ക് ഇല്ല എന്താ പറയാ ഒഴിവാക്കാൻ പറ്റുന്നതാണ്, ചില ലോസുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്, നഷ്ടങ്ങൾ. അപ്പൊ അതനുസരിച്ച് വേണം they have to assign their duties and also categorize. ഈ കാറ്റഗറൈസേഷൻ നടത്തുമ്പോഴും ഓരോരുത്തർക്കും ജോലി കൊടുക്കുമ്പോഴും ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായോ അവിടെ വരെ? യെസ്. അപ്പൊ നമ്മളുടെ ഇവിടുന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സം പേഷ്യൻസ് വിൽ ഹാവ് ടു ബി അസൈൻഡ് ടു കാറ്റഗറി 4. ബ്രാക്കറ്റിൽ എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടെന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡൈയിങ് ഓർ ഇൻജേർഡ് വിത്ത് നോ ചാൻസ് ടു സർവൈവ്. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ? So while doing the triage process, അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ട്രയേജ് പ്രോസസ്സ് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോ സാധാരണക്കാരൊക്കെ ചെന്നിട്ട് അയ്യോ ഇയാളിപ്പോ മരിക്കാൻ പോകുന്ന ആളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, അയാൾക്ക് ഈ ജീവൻ തിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണക്കാരൊന്നും പോയിട്ട് ട്രയേജ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ആൻഡ് ഓൾസോ ഡിഫിക്കൽട്ട് ടാസ്ക്. ട്രയേജ് എന്ന് പറയുന്ന പ്രൊസീജിയർ അത്ര എളുപ്പമല്ല, വളരെ പ്രാധാന്യമുള്ളതുമാണ്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോ ഇറ്റ് ഹാവ് ടു ബി എൻട്രസ്റ്റഡ് ടു. അതപ്പോ ആരെ ഏൽപ്പിക്കണം, ആരാണ് കൃത്യമായിട്ട് അത് ഏറ്റെടുക്കേണ്ടത്? എക്സ്പീരിയൻസ്ഡ്, ഹൈലി എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യൻ ഓർ സർജൻ. അതായത് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യനും സർജനും ഒക്കെയാണ് അത് അത്തരം ട്രയേജ് പ്രോസസ്സിൽ. കാരണം അവർക്കാണ് അതിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുള്ളൂ. രോഗിയെ നോക്കുമ്പോൾ ഏതാണ് ആദ്യം ചികിത്സിക്കേണ്ടത്, ഫസ്റ്റ് കാറ്റഗറിയിൽ പെടുത്തേണ്ടത് ആര്, അവരാണ് അതിനെ കുറിച്ച് നോക്കേണ്ടത്. സോ ദേ ക്യാൻ ടേക്ക് ക്വിക്ക് ആക്ഷൻസ്. അപ്പൊ എന്ത് പറ്റും, അവർക്ക് പെട്ടെന്ന് ആക്ഷൻസ് എടുക്കാനും മറ്റ് അവരുടെ അറിവും അവരുടെ കഴിവൊക്കെ ഉപയോഗിച്ച് അവരുടേതായ എന്താ പറയാ കൺവിക്ഷൻസ്, അവരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവർക്ക് തന്നെ സാധിക്കും. ഇന്ന പേഷ്യൻസിനെ പെട്ടെന്ന് നോക്കണം, ഇന്നവർക്ക് കുറച്ച് കുഴപ്പമില്ല എന്നുള്ളത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും ആളുകളെ ആ ഒരുമായിട്ട് ഏൽപ്പിക്കാനായിട്ട് പറ്റില്ല. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് കേട്ടോ. എന്താണ്, ട്രയേജ് പ്രോസസ് റെപ്രസെന്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ഡിഫിക്കൽട്ട് ടാസ്ക് and can only be entrusted to a
highly experienced physician or surgeon. അവിടെ പറയട്ടെ, അവിടെ പറയുന്ന അണ്ടർലൈൻ ചെയ്യുന്നത്. ദിസ് എന്നുള്ളത് വേണ്ട, അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് സർജൻ കഴിഞ്ഞുള്ള ഭാഗവും വേണ്ട. ഇങ്ങനെയുള്ളവർക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ ആണല്ലോ, അതുകൊണ്ട് they have സ്പെഷ്യൽ നോളജ്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള അറിവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തുള്ള ഒരു കറേജും അവർക്ക് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. സോ they can make a quick actions and quick decisions. പെട്ടെന്ന് തീരുമാനം എടുക്കാം, പെട്ടെന്ന് ആക്ഷൻസും എടുക്കാൻ പറ്റും അവർക്ക്. അതുകൊണ്ടാണ് ഹൈലി എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതിനകത്ത് ഔട്ട് സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? വായിച്ചോക്കെ ആ രണ്ട് സെന്റൻസ് അല്ല, ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് ഒന്ന് വായിക്കേ. വായിച്ചോ? അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ എന്നാ തേഴ്സ്ഡേ. ഓക്കെ, അപ്പൊ ഇത്ര വരെ വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം. സോ സി യു, താങ്ക് യു, ബൈ. ഓക്കെ, താങ്ക് യു.